എറണാകുളം കാക്കനാട് ജില്ലാ ജയിൽ ഉദ്യോഗസ്ഥന്റെ കൈ പ്രതികൾ തല്ലിയൊടിച്ചു. മോഷണ കേസ് പ്രതികളാണ് ആക്രമിച്ചത്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അഖിൽ മോഹനനാണ് മർദ്ദനമേറ്റത്. അഖിൽ, അജിത് എന്നിവരാണ് ആക്രമണം നടത്തിയത്. ജിജേഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജേഷ്, ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ദേവിക, ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ കൃത്യനിർവഹണത്തിനിടയിലാണ് ഇത്തരത്തിൽ ജയിൽ ഉദ്യോഗസ്ഥനെ ഒരു ആക്രമണം നേരിടേണ്ടി വന്നത്. സമാനമായി നമുക്കറിയാം, പല ജയിലുകളിലും ഇത്തരത്തിൽ പ്രതികളുടെ ആക്രമണങ്ങൾ ജയിൽ ഉദ്യോഗസ്ഥർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിന് സമാനമായ ഒരു ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മോഷണ കേസ് പ്രതികളാണ് കാക്കനാട് ജില്ലാ ജയിൽ ഉദ്യോഗസ്ഥന്റെ കൈ തല്ലി ഒടിച്ചിരിക്കുന്നത്. യാതൊരു പ്രത്യേക പ്രകോപനങ്ങളൊന്നുമില്ലാതെയായിരുന്നു ആക്രമണം എന്നത് തന്നെയാണ് ജയിലധികൃതർ വ്യക്തമാക്കുന്നത്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അഖിൽ മോഹന്റെ കൈയാണ് ഇത്തരത്തിൽ തല്ലി ഒടിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ ചികിത്സ നേടുകയും ചെയ്തു. മാത്രമല്ല, ഈ കൃത്യനിർവഹണത്തിനിടയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലഹരി കേസിലെ പ്രതികളാണെങ്കിലും മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളാണെങ്കിലും എല്ലാം തന്നെ പോലീസ് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ജയിലിൽ എത്തിച്ചതിനു ശേഷം ജയിൽ ഉദ്യോഗസ്ഥരോടും സാറിന് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോടും എല്ലാം തന്നെ ഇത്തരത്തിൽ അക്രമ സ്വഭാവം കാണിക്കുന്ന രീതിയിലേക്ക്, ലഹരി ഉപയോഗിച്ചുകൊണ്ട് അക്രമ സ്വഭാവം കാണിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. നിലവിൽ ഈ പ്രതികൾ ഒപ്പം അജിത് എന്നിവരുടെ സംബന്ധിച്ച് ഒരു വിശദമായി തന്നെ ഒരു അന്വേഷണം നടത്തുന്ന അവർ ലഹരി ഉപയോഗമടക്കം നടത്തിയിരുന്ന ആളുകളാണോ എന്നതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ജില്ലാ ജയിലിൽ ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്യുമെന്ന് കൂടിയാണ് ഇപ്പോൾ ജയിൽ സൂപ്രണ്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശരി ജിജേഷ്.